കാര്യം എന്താണെന്ന് പറ. അത് കോളേജിന്റെ അടുത്ത് റൗണ്ട്സിന് പോയപ്പോ മഹിമയെ കണ്ടു. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? സംസാരിച്ചു. വഴക്കുകൂടി തല്ലിൽ അവസാനിച്ചില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് സംസാരിച്ച് തീർക്കുന്നതാണ് നല്ലത്. സമയം പോകുന്തോറും ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വിള്ളൽ കൂടുകയുള്ളൂ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല സർ, പക്ഷേ അവൾ ഒരു തരത്തിലും അടുക്കുന്നില്ല. ഗോപാലനെതിരെ നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവളുടേതായ വഴിക്ക് പ്രതികാരം ചെയ്യാനാ അവൾ തീരുമാനിച്ചിരിക്കുന്നത്. മഹിമയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോ അവൾക്ക് ദേഷ്യം തോന്നാൻ തക്കതായ കാരണമുണ്ട് മോളെ. ഇത്രയും കാലമായിട്ടും മാധവന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. സ്വന്തം ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് നീതി ലഭിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പൊതുജനത്തിന്റെ കാര്യം പറയണോ? മഹിമയ്ക്ക് നിയമത്തിന്റെ മുന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ വിശ്വാസം അവൾക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ നിയമത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ അവളുടെ കാല് പിടിച്ച് അപേക്ഷിക്കണോ? അവളെയൊക്കെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് 4 ഇടി കൊടുത്താ മര്യാദയ്ക്ക് നിയമത്തെ ബഹുമാനിച്ചോളൂ. താൻ 2 തവണ അവളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നില്ലേ? എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? അവള് പുഷ്പം പോലെ ഇറങ്ങിപ്പോയില്ലേ? മഹിമ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. പോരാത്തേന് അവളുടെ ഭർത്താവ് വക്കീലുമാണ്. അവളെ താൻ വിചാരിക്കുന്ന വഴിയിലൂടെ ഒന്നും നന്നാക്കാൻ പറ്റില്ല. എന്തായാലും മാധവൻ സാറിന്റെ കുടുംബം നല്ല ബെസ്റ്റ് കുടുംബം. മരുമകൻ ഗുണ്ട, മകള് കള്ളി. മകനും വീട്ടിലെ കാശടിച്ചു മാറ്റി കടന്നു കളഞ്ഞവനല്ലേ. ജീവിതകാലം മുഴുവൻ സത്യസന്ധനായിട്ട് ജീവിച്ച മാധവൻ സാറിന് ഇതിനേക്കാൾ വലിയൊരു അപമാനം ഇനി ഉണ്ടാവാനില്ല. ഇവളും ഒട്ടും മോശമൊന്നുമല്ല. അനിയത്തിയും ഭർത്താവും കൂടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങള് എല്ലാം ഒളിപ്പിക്കുക ഇവളുടെ പ്രധാന പണി. ഞാൻ ഇന്നേ വരെ ഈ യൂണിഫോമിനോട് നെറുകേട് കാണിച്ചിട്ടില്ല. പിന്നെന്താ നിന്റെ അനിയത്തിക്കും ഭർത്താവിനും എതിരെ നടപടിയൊന്നും നീ എടുക്കാത്തത്? ഗോപാൽജിയുടെ കാശ് കത്തിച്ചു കളഞ്ഞത് അവളാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അവൾക്ക് അത്ര എളുപ്പത്തിൽ ലോക്കറിന്റെ അടുത്ത് വരെ എങ്ങനെയാ എത്താൻ പറ്റിയത്? നീ സഹായിച്ചോണ്ടല്ലേ? അല്ല. ശരി പോട്ടെ. നിന്റെ അച്ഛന്റെ കൊലപാതകത്തിൽ ഗിരിക്ക് പങ്കുണ്ടെന്ന് നിനക്ക് സംശയമില്ലേ? എന്നിട്ടെന്താ അവനെ അറസ്റ്റ് ചെയ്യാത്തത്? ഗിരിയേട്ടനെതിരെ തെളിവൊന്നുമില്ല. തെളിവ് കിട്ടണമെങ്കിൽ മര്യാദയ്ക്ക് അന്വേഷണം നടത്തണം.